ഹേമ കമ്മിറ്റി ഫൈൻഡിങ്സ് വന്നത് വളരെ നല്ല കാര്യമാണ്. അതിന് ഹാറ്റ്സ് ഓഫ് ടു അവർ സ്റ്റേറ്റ് ഗവൺമെൻറ്. പിണറായി വിജയൻ്റെ ഗവൺമെൻറ് ചെയ്ത വൺ ഓഫ് ദ ബെസ്റ്റ് കാര്യങ്ങളാണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഇത് ചില കാര്യങ്ങൾ ഇത് ഡിലേ ആയി, പക്ഷേ ചിലത് നമ്മൾ പറയുമല്ലോ ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്ന് പറയുമല്ലോ. അപ്പോൾ വളരെ നല്ലതാണ്. കാരണം സ്ത്രീ സുരക്ഷ ആൻഡ് സെക്യൂരിറ്റി ഇൻ ദ വർക്ക് പ്ലേസ് മാത്രമല്ല, ഇതിപ്പോൾ ഞാൻ ഇത് പറഞ്ഞുകൊണ്ട് പറയുകയാണ്, വർക്ക് പ്ലേസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ വർക്ക് പ്ലേസിൽ നമുക്ക് യാതൊരുവിധ ടെൻഷനോ സ്ട്രെസ്സോ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വർക്ക് നന്നായിട്ട് നടക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ ഇത് വളരെ കാലം കൊണ്ട് ഞങ്ങളൊക്കെ ആഗ്രഹിച്ചിരുന്ന കാര്യമാണ്. ഞാൻ മാത്രമല്ല, ഐ എം ടോക്കിംഗ് ഓൺ ബിഹാഫ് ഓഫ് ഓൾ ദി വിമൻ. പിന്നെ എല്ലാവർക്കും എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എക്സ്പീരിയൻസസ് ആണ്. അപ്പോൾ ഈ ഹേമ കമ്മിറ്റി ഫൈൻഡിങ്സ് കാരണം ഇനി എല്ലാവരും അതായത് ഒന്നില്ലെങ്കിൽ എന്താ പറയുക, അങ്ങനത്തെ ഒരു അട്രോസിറ്റീസൊക്കെ നിൽക്കും ഡെഫിനറ്റായിട്ടും. പിന്നൊരു കാര്യം പറയാനുള്ളത്, ഇതിൻ്റെ വില്ലൻസ് ആൻഡ് പെർപെട്രേറ്റേഴ്സ് ഇപ്പം അവർക്കൊരു ഭയമുണ്ട്. അത് എവിടെ നിന്നാണ് പണ്ട് ചെയ്ത കാര്യങ്ങളും അവർ ചെയ്ത കാര്യങ്ങൾക്കൊക്കെ ഇപ്പോൾ ഒരു ഭയമുണ്ടല്ലോ, ആ ഭയമാണ് അവരെ പനിഷ്മെൻറ്റ്. ബാക്കി എല്ലാവരും അനുഭവിച്ചിട്ട് ഇപ്പോൾ ദേ ആർ സ്കേഡ്. അതായത് ഷിറ്റിംഗ് ദ ബ്രിക്സ് എന്ന് പറയുമല്ലോ, ലിറ്ററലി അതാണ്. ഐ ആം സോ ഹാപ്പി അബൌട്ട് ഇറ്റ് ആൻഡ് താങ്ക് യു സ്റ്റേറ്റ് ഗവൺമെൻറ് ഫോർ ദാറ്റ്. അതെ അതെ ഇത് ആക്ച്വലി സ്ത്രീകൾക്ക്, സിനിമാ മേഖലയിലുള്ള സ്ത്രീകൾക്ക് നല്ല ചില പുരുഷന്മാരും അനുഭവിച്ചിട്ടുണ്ട് ബൈ ഗെറ്റിംഗ് ബാൻഡ് ആൻഡ് ഓൾ ദറ്റ് സ്റ്റഫ്. അപ്പോൾ പക്ഷെ സ്ത്രീകൾക്ക് ഇതൊരു പ്ലാറ്റ്ഫോമായി. അതായത് ഫ്രീഡം, നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ മൈന്യൂട്ട്, അതായത് ഇപ്പോൾ നമുക്കിഷ്ടമില്ല, നോ മീൻസ് നോ ആണെന്ന് എല്ലാവരും മനസ്സിലാക്കണം. കാരണം ചുമ്മാ ചില സമയത്ത് ജസ്റ്റ് നമ്മൾ വന്നൊരു കൈ പിടിക്കുന്നത് പോലും നമുക്കിഷ്ടാവില്ല. അവർക്ക് ചിലപ്പോൾ വളരെ കാഷ്വൽ ഇതായിരിക്കും, ബട്ട് വി ഡോണ്ട് ലൈക്ക് ഇറ്റ്. അപ്പോൾ എല്ലാവർക്കും ഈ കാര്യം തുറന്ന് പറയാനുള്ളൊരു പ്ലാറ്റ്ഫോം കിട്ടി. അതാണ് ഏറ്റവും വലിയ ബ്ലെസ്സിങ്. ആൻഡ് ഇനി ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ദേ ഷുഡ് ഫോം ഒരു ട്രൈബ്യൂണലോ, അതായത് ഒരു കോമൺ ഇത് വേണം, കോമൺ നമ്പർ ഓർ കോമൺ കോൺടാക്റ്റ് വേണം. അതായത് ഇപ്പോൾ എനിക്കൊരു സംഭവം നടന്നു, എനിക്കിപ്പോൾ റിപ്പോർട്ട് ചെയ്യണം. ചിലപ്പോൾ ആ സമയത്ത് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള ഇതൊന്നും മീഡിയ നമുക്ക് വിളിച്ച് പറയാം, ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്, പോലീസ് സ്റ്റേഷനെല്ലാം വിളിച്ച് പറയാം. പക്ഷേ ഇതിനെ സെൻറ്റർ ചെയ്തിട്ട് വി നീഡ് എന്താ പറയുക, ഒരു കോൺടാക്റ്റ് സോ ദാറ്റ് ദേ ക്യാൻ ടേക്ക് ഇമ്മീഡിയറ്റ് ആക്ഷൻ. കാരണം എല്ലാവരും തെളിവെന്നാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ തെളിവും കൊണ്ട് നമുക്ക് എപ്പോഴും ക്യാമറ ഓൺ ചെയ്ത് ഇത് വെച്ച് നടക്കാൻ പറ്റില്ല. യു കാൺ ഡു ദാറ്റ് അല്ലേ? അപ്പോൾ ഒരു കാര്യം നടന്നാൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ഇത് പറയണം. അതിന് യു നീഡ് എ കോൺടാക്ട് ഫോർ ദാറ്റ്. അമ്മ ഉണ്ടാക്കണം. കാരണം അമ്മ ഈസ് റെസ്പോൺസിബിൾ. പിന്നെ അമ്മ എന്തിനാണ് അമ്മ എന്ന് ഞാൻ പറയില്ല, AMMA അതെന്തിനാണ്? അതിനാണല്ലോ ഒരു അസോസിയേഷൻ ഇത് വെച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് ഇറ്റ്സ് എ ഡ്യൂട്ടി ഓഫ് AMMA. അതാണ്. ആൻഡ് AMMAയിൽ ഒരു തറോ ക്ലെൻസിങ് ആവശ്യമാണ്. അവരുടെ എന്താണ് ഒരു ഇതെല്ലാം മാറണം. എന്തുള്ളതും മാറിയിട്ട് അതെല്ലാവർക്കും ഒരു ഡിസ്ക്രിമിനേഷൻ പാടില്ല. അതായത് എല്ലാവരും വാതോരാതെ പറയും ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇല്ല, മറ്റത് ജെൻഡർ ഇക്വാളിറ്റി ഇത് എന്നൊക്കെ. അതൊക്കെ ചിലതൊക്കെ വെറും ടോക്കിലേ ഉള്ളൂ, ആക്ഷനിലില്ല. സോ അതൊക്കെ നീഡ്സ് ടു ബി ചേഞ്ച്ഡ്. അപ്പോൾ ദിസ് ഇസ് ദ ബെസ്റ്റ്. ഇതൊരു നല്ല സമയമാണ്. ആൻഡ് ഇവിടുന്ന് തുടങ്ങണം. ഇതൊരു മൂവ്മെൻ്റാണ്. അപ്പോൾ ഇവിടുന്ന് തുടങ്ങണം. ആൻഡ് ഐ ഹോപ്പ് ഇറ്റ് കംസ് ടു ഇത്. ഇനിയും ഒരു ഡിലേ ഒന്നുമില്ലാതെ എല്ലാവർക്കും ഒരേപോലെ, മെൻ ആൻഡ് വുമൻ എല്ലാവരും ഒരുപോലെ നല്ലൊരു ഹാർമോണിയസ് അറ്റ്മോസ്ഫിയറിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ മലയാള സിനിമ മാറണം. കാരണം ഇപ്പോൾ മലയാളം സിനിമ ഇസ് ഇൻ ദ ഐ ഓഫ് ദ സ്റ്റോം ഇത് കാരണം. അപ്പോൾ അവർ കറക്റ്റ് ചെയ്യട്ടെ, ലതം കറക്റ്റ്. എല്ലാവർക്കും സമയമുണ്ടല്ലോ കറക്റ്റ് ചെയ്യാൻ. അതിനുള്ളൊരു ഇതാണ് നമ്മുടെ ഗവൺമെൻറ് കൊടുത്തിരിക്കുന്നത്. നിലവിലുള്ള സംഘടനാ സംവിധാനം മാറണം എന്ന് തന്നെയാണ് അല്ലേ? എല്ലാവർക്കും ഒരു ഈക്വാലിറ്റി വരുന്ന രീതിയിലുള്ളൊരു പ്രവർത്തനം പിന്നെ ഡെഫിനറ്റ് ആയിട്ട് മാറണം. അല്ലെങ്കിൽ പിന്നെ ഈ വാക്കാൽ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എല്ലാവരും പറയുന്നു എന്താണ് വിമൻ എംപവർമെൻറ്റ് ഓഫ് വുമൺ എന്ന് പറഞ്ഞാൽ എന്താണ്?
ഇപ്പോൾ വുമൺ ജയിലിലടച്ച പോലെയാണ് ശരിക്കും. ദേ ആർ സ്കേർഡ്. ഇപ്പം അത് മാറി. അതായത് ഒരു ചങ്ങലയിൽ ഉള്ളിലുള്ള പോലെയായിരുന്നു. സോ ദാറ്റ് ഷാക്കിൾ ഹാസ് ടു ബി ബ്രോക്കൺ. അതാണ്. അപ്പോൾ എംപവർമെൻറ്റ് ഓഫ് വുമൺ ആണ് ഈ കമ്മീഷൻ ഫൈൻഡിങ്സിലൂടെ നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു ഗിഫ്റ്റ്. അത് ഏറ്റവും വലിയ ഗിഫ്റ്റായിരിക്കും. ദ ഫ്രീഡം ടു വർക്ക് ഇൻ പീസ് ഇൻ യുവർ വർക്ക് പ്ലേസ്.